ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 772 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൊലോസ്യർ 3 അധ്യായം 13 തിരുവചനമാണ്. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. 80 വർഷത്തെ ദാമ്പത്യം പൂർത്തിയാക്കിയ പീറ്റും രൂത്തും ദൈവമാണ് അവരെ നയിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഈ കാലങ്ങളിലെല്ലാം തങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിന് ഒരു താക്കോൽ ഉണ്ടായിരുന്നു എന്നവർ പറയുന്നു. അത് ക്ഷമ എന്ന താക്കോലാണ്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യ നാളുകളിൽ പരസ്പരം പൊറുക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ നല്ലപോലെ സാധിക്കും എങ്കിൽ തന്നെയും കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളിലും പരസ്പരം വേദനിപ്പിക്കുന്നവരെയാണ് നാം കാണുന്നത്. കൊടുത്ത വാക്ക് തെറ്റുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുമ്പോഴും ദയയില്ലാത്ത വാക്കുകളിലൂടെ മുറിവേൽപ്പിക്കുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒഴിവാക്കുവാനായി എല്ലാവർക്കും ക്ഷമ എന്ന താക്കോൽ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദാമ്പത്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുവാനും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ ക്ഷമിക്കുവാനും സാധിക്കണമെന്ന് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ബന്ധങ്ങളെല്ലാം നന്മയുള്ളതാകുവാൻ സ്നേഹവും ക്ഷമയും നമ്മളെല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.